ഹലോ അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ, അറബി വായിക്കാൻ അറിയാത്തതുകൊണ്ടാണല്ലോ ഖുർആൻ ഓതാൻ അറിയാത്തത്. കാരണം നമുക്ക് അറബി വായിക്കാൻ അറിയുന്ന ഒരു വ്യക്തിക്ക് അറ്റ്ലീസ്റ്റ് ഖുർആൻ തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ചൊന്നും ഓതാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഓതാൻ കഴിയും അല്ലേ. തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ പോലും ഓതാൻ കഴിയും. പക്ഷെ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ചായിരിക്കണം ഓതേണ്ടത്, അത് വേറെ കാര്യം. എന്നാലും നമ്മൾ ആദ്യം തന്നെ തജ്വീദിൻ്റെ നിയമങ്ങളല്ലല്ലോ പഠിക്കുക. ആദ്യം നമ്മൾ അറബി അറിയാത്തവരാണെങ്കിൽ അറബി വായിക്കാൻ അഥവാ ഖുർആൻ ഓതാനല്ലേ പഠിക്കുക നേരിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ ഖുർആൻ ക്ലാസ്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാസ്സിൽ വേണമെങ്കിൽ ചേരാം, അല്ലെങ്കിൽ ചേരാതിരിക്കാം. എന്നാലും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് തീരുമാനിക്കുക ചേരണോ വേണ്ടിയോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ കീഴിൽ 20 ദിവസത്തെ ക്ലാസ്സാണ് കേട്ടോ. ഈ ഖുർആൻ അറബി വായിക്കാൻ അറിയാത്തവർക്കായാലും പിന്നെ കുട്ടികളായാലും വലിയവരായാലും ആരായാലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. 20 ദിവസത്തെ ക്ലാസ്സാണ് വരുന്നത്. അതൊരു കാര്യം. ഈ 20 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും. പൂർണ്ണമായിട്ടും പഠിക്കാൻ പറ്റും. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പഠിപ്പിക്കുന്നത്. അതായത് ആദ്യം അറബി അക്ഷരങ്ങൾ, പിന്നെ അറബി പദങ്ങൾ വായിക്കാനായിട്ട്, പിന്നെ നമുക്ക് സെൻറ്റൻസുകൾ, പിന്നെ പാരഗ്രാഫ്, പിന്നെയാണ് നമുക്ക് ഖുർആൻ. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ പറ്റും. അതിനിപ്പോൾ കുട്ടികളായാലും വലിയവരായാലും ആരായാലും. ഇപ്പോൾ വലിയ ആൾക്കാരൊക്കെ 50 വയസ്സിന് മുകളിലുള്ളവരും ഒക്കെ നമ്മുടെ ക്ലാസ്സുകളിലുണ്ട്. 40 വയസ്സിന് മുകളിലുള്ളവരും കുട്ടികളും എല്ലാവരും നമ്മുടെ ഇതിലുണ്ട്. അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്തൊരു സംശയമായിരിക്കും, എങ്ങനെയിപ്പോൾ ഞാനൊക്കെ അത് പഠിക്കുക, എനിക്ക് അല്ലെങ്കിലേ സമയമില്ല, ജോലി ഇത് ജോലി കഴിഞ്ഞാൽ വന്നിത് ഞാൻ എപ്പോഴാണ് അതൊക്കെ പഠിക്കാമെന്ന്. നിങ്ങൾ ടൈമിൻ്റെ കാര്യം ഓർത്ത് യാതൊരു ടെൻഷനും അടിക്കേണ്ട. അതായത് എനിക്ക് എല്ലാ സമയം എനിക്ക് ഫ്രീ ആവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾക്കിത് ലൈവായിട്ടുള്ള ക്ലാസ്സുകളല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം എപ്പോഴാണോ ഫ്രീ ആകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് 2 തരത്തിലുള്ള ക്ലാസ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ബാച്ച് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്, പിന്നെ അതുപോലെ തന്നെ ഒന്ന് പേഴ്സണൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇനിയിപ്പോൾ ബാച്ച് ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരുപാട് ആൾക്കാരുണ്ടാകും അതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് എല്ലാവരുടെ കയ്യിൽ നിന്ന് പഠിക്കാം. പിന്നെ കുറച്ച് ആൾക്കാർക്ക് മടിയും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേഴ്സണലായിട്ടുള്ളതിലും പഠിക്കാം. പേഴ്സണലായിട്ടാകുന്ന സമയത്ത് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ പേഴ്സണലല്ല, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനും എല്ലാത്തിനും ഒരു സൗകര്യമായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഫീയും വ്യത്യാസമുണ്ട് കേട്ടോ. ബാച്ചായിട്ടുള്ള ക്ലാസ്സുകൾക്ക് വരുന്ന ഫീ എന്ന് പറയുന്നത് 800 രൂപയാണ് കേട്ടോ. പിന്നെ മറ്റേതാകുമ്പോൾ 1000 രൂപയാണ് ഫീ വരുന്നത്. പേഴ്സണലാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. എന്തായാലും നല്ല ഡിഫറൻസ് ഉണ്ട് രണ്ട് തമ്മിൽ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പ്രായപരിധിയൊന്നുമില്ല. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇനി എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യേണ്ടത്, ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോൻ്റെ താഴെ മോർ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അറിയാത്തവരുണ്ടാകും, അതുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് നിങ്ങൾ കടക്കും. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടെ ഒരു ലിങ്ക് ഇട്ടിട്ട്, ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ നമ്പർ ആർക്കും കാണാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾക്കും ആ നമ്പറും കാണാൻ പറ്റില്ല. അതായത് പുറത്തുനിന്ന് ഇപ്പോൾ ഈ ലിങ്ക് ഉപയോഗിച്ച് കയറുന്ന ആൾക്കാർക്ക് നമ്പർ കാണാൻ പറ്റും. അതാണ് ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പബ്ലിക് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം അല്ല. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യില്ല അതിൽ. അപ്പോൾ പരസ്പരം നമ്പർ കാണുന്ന ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പക്ഷേ അഡ്മിനെ നിങ്ങളുടെ നമ്പറൊക്കെ കാണാൻ പറ്റും. അഡ്മിൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻഷാ അല്ലാ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കണേ. പിന്നെ ബിസിയൊക്കെ ആകുമ്പോൾ ഓക്കെ, എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കാതിരിക്കരുത്. പിന്നെ മെസ്സേജ് അയച്ചാലും റിപ്ലൈ തരാതിരിക്കരുത്. ചില ആൾക്കാരുണ്ട് ജോയിൻ ചെയ്തതും എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കും, അന്വേഷിക്കും ഒക്കെ ചെയ്യും. പക്ഷേ പിന്നെ ഒരു മറുപടിയും പറയില്ല. പിന്നെ വീണ്ടും ചോദിച്ചാലും മറുപടി പറയില്ല, ഫോൺ വിളിച്ചാൽ എടുക്കില്ല. എന്നാൽ പിന്നെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, പിന്നെ എടുക്കില്ല. അതും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ ആയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം ദേഷ്യമൊക്കെയാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കാണുന്ന സമയത്ത്. കാരണം നമ്മുടെ ഇത് പറഞ്ഞ സമയത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ
എന്നിട്ട് നമ്മൾ മെസ്സേജ് അയച്ചിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും നമ്പർ എടുത്ത് മെസ്സേജ് അയക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം കേട്ടോ. മെസ്സേജ് അയച്ചിന് റിപ്ലൈ ഒക്കെ തരണേ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.